ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന്. ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി കണ്ടെത്തണം. നമ്മൾ അള്ളാഹുവിലേക്കുള്ള വഴി അടുക്കാനുള്ള ഒരു വഴി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, പ്രാർത്ഥനയിലെ വേഗതയും ആത്മാർത്ഥതയും. ഒരാൾ ധൃതിയിൽ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത്. വളരെ വേഗത്തിൽ വാക്കുകൾ ചൊല്ലി തീർക്കുന്നു. എന്നാൽ നാം ചെയ്യേണ്ടത് അള്ളാഹുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കടം പ്രാർത്ഥനയിലും വരണം. നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ വിങ്ങണം. വാക്കുകൾ പുറത്തേക്ക് വരാത്ത വിധം വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു അവസ്ഥയിലാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും മൂല്യമുള്ളത്. രണ്ടാമത്തേത്, തൗബയും മനസ്സിൻ്റെ സാന്നിധ്യവും. അറിഞ്ഞു ചെയ്ത തെറ്റുകൾ, അല്ലാഹുവേ ഞാൻ അറിഞ്ഞു ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരണമേ എന്ന് ആ തെറ്റ് എന്താണ് നമ്മുടെ ഉള്ളിൽ വരണം. ആരോടാണ് നമ്മൾ മോശമായിട്ട് പെരുമാറിയത്, എന്ന് എവിടെ വെച്ചാണ് ആ തെറ്റ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്ക് അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് സമയം എടുത്ത് പറയുക. വെറുതെ കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ അത് അള്ളാഹുവിനോട് പറയുക. മൂന്നാമത്തേത്, അള്ളാഹുമായുള്ള രഹസ്യ സംസാരം. രാത്രിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഫോൺ കോളുകളും പ്രാർത്ഥനയും. നമ്മൾ സുഹൃത്തുക്കളോട് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാറുണ്ട് അല്ലേ? എന്നാൽ നമ്മെ പരിപാലിക്കുന്ന പടച്ചവനോട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? പ്രാർത്ഥനയ്ക്കായിട്ടൊരു സമയം കണ്ടെത്തണം. നമ്മൾ മറ്റുള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തിരക്കിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അവൾക്ക് വിളിക്കണം അല്ലെങ്കിൽ അവനക്ക് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു സമയം കണ്ടെത്തും. അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണം. പ്രാർത്ഥനയ്ക്ക് ആയിട്ടൊരു സമയം മാറ്റി വെക്കണം. അത് നിസ്കാരത്തിന് ശേഷം തന്നെ വേണമെന്നൊന്നുമില്ല. അത്താഴം കഴിഞ്ഞോ, നിങ്ങൾക്ക് സൗകര്യപ്രദമായ മറ്റ് ഏത് സമയത്തോ 10 മിനിറ്റ് അള്ളാഹുമായി മനസ്സ് തുറക്കാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. നാലാമത്തേത്, ഖുർആൻ ഒരു വഴികാട്ടിയായി മാറണം. ഖുർആൻ്റെ അർത്ഥം വായിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഖുർആൻ ഓതി തീർക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു ഖുർആൻ നമ്മൾ ഒരു ഹത്തം ഓതുകയാണെങ്കിൽ നമ്മൾ അത് ഹത്തം പൂർത്തിയാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കില്ല നമ്മളെ മനസ്സിൽ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. 20 വർഷം ഖുർആൻ ഓതിയിട്ടും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ആ പാരായണം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുണ്ടായിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ലോട്ടറി ഫലമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പോ പത്രത്തിൽ വന്നാൽ നമ്മളത് എത്ര ഗൗരവത്തോടെ വായിക്കും. അതേ ഗൗരവം ഖുർആൻ വായിക്കുമ്പോഴും വേണം. ഓരോ ആയത്തും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പത്രത്തിൽ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? അതുപോലെ നമ്മുടെ ഖുർആൻ വായിക്കുമ്പോഴും ഓതുമ്പോഴും ഒക്കെ എന്താണ്, ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം. ആത്മവിശ്വാസം വേണം. മാനസിക വിഷമങ്ങൾ വരുമ്പോൾ കൗൺസിലിംഗ് സെൻ്ററുകളിൽ ഓടുന്നതിന് മുമ്പ് ഖുർആനിലെ ആയത്തുക്കളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതൊന്ന് നമുക്കും ലഭിക്കണം. ആ ഒരു ധൈര്യം, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം നമുക്ക് ലഭിക്കണം. അഞ്ചാമത്തേത്, അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും എന്നാണ്. നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്ത നമ്മെ അതിൽ നിന്നും തടയണം.
അതാണ് യഥാർത്ഥ ഈമാൻ. അള്ളാഹുവിനോടുള്ള ആത്മവിശ്വാസം. അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ആ തെറ്റ് ചെയ്യാൻ നമ്മൾ പോവില്ല. ആ തെറ്റ് നമ്മളെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കൂല, അത് നമ്മളെ തടയും. പ്രാർത്ഥനകൾ ഒരു വെറും ചടങ്ങ് മാത്രമായിട്ട് കാണരുത്. അത് നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള ഹൃദയം തുറന്നുള്ള ഒരു സംഭാഷണമാണ്. വരികൾക്കിടയിൽ കണ്ണുനീർ തങ്ങി നിൽക്കുന്ന വാക്കുകൾ, മുറിഞ്ഞു പോകുന്ന ആ പ്രാർത്ഥനകൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുള്ളത്. പടച്ചോൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ സന്നദ്ധനായി നിൽക്കുമ്പോൾ അവനോട് സംസാരിക്കാൻ നമുക്കെന്താണ് ഇത്ര മടി? നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കേവലം വിശപ്പടക്കൽ മാത്രമല്ല, ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാകണം നമ്മുടെ ഓരോ ഇബാദത്തും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ദുആകളും മനസ്സിലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും എല്ലാം ആത്മാർത്ഥമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.